ഹലോ ഫ്രണ്ട്സ്, ടീനേജിലെ ഉള്ള കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ചെറിയ ടീനേജിലുള്ളൊരു സമയത്ത് തീർച്ചയായിട്ടും ക്ലബ്ബുകളിലേക്ക് അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു ടൈമാണ്. തീർച്ചയായിട്ടും അവർ ക്ലബ്ബുകളിലേക്ക് എത്രയോ നേരത്തെ എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ക്ലബ്ബുകളിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്നതും ശരീരം ശ്രദ്ധിക്കുന്നതും ഒക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അവർ നല്ലൊരു ഹാബിറ്റാണ്. മാത്രമല്ല അവർ വെൽ കോൺഫിഡൻ്റ് ആയിരിക്കും. അവരുടെ ജീവിതത്തിൽ അവരുടെ ഹെൽത്തിനെ കുറിച്ച് നല്ല കോൺഷ്യസ് ആയിരിക്കും, ഷെഡ്യൂൾഡ് ആയിരിക്കും, ഡിസിപ്ലിൻഡ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതിലൊരു മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വിചാരിച്ചൊരു റിസൾട്ട് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി അവർ പലപ്പോഴും ഒരു ഷോർട്ട് കട്ടാണ് പലപ്പോഴും യൂസ് ചെയ്യുക. ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അവസാനം ചെന്നെത്തുന്നത് സ്റ്റിറോയിഡുകളും അനബോളിക്കുകളിലേക്കാണ്. മെഡിസിൻ ഇതിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഏജിൽ അവർക്ക് അറിയില്ല അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് എന്താണെന്നും അത് എടുക്കാൻ പാടും അല്ലെങ്കിൽ എന്തിനാണ് എങ്ങനെയാണ് എടുക്കേണ്ടത് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവർ കാണുന്നത് ഉണ്ടായിരിക്കും ചിലപ്പോൾ ബോളിവുഡ് സ്റ്റാർസുകളിനെ ആയിരിക്കും, ഹോളിവുഡ് സ്റ്റാർസുകളിനെ, അല്ലെങ്കിൽ അവരിലെ ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല ഫിറ്റ്നസ് ഫിസിക്കുള്ള ആളുകളിനെ ആയിരിക്കും. ഒരു ഏജിൽ നമുക്ക് തീർച്ചയായിട്ടും തോന്നും നല്ല ഫിസിക്ക് ഡെവലപ്പ് ചെയ്യണം, ബോഡി അത്ര ഫാസ്റ്റ് ബൾക്ക് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് മനസ്സിലുണ്ടായിരിക്കുക. പക്ഷേ ഇതൊരു വലിയൊരു ഷോർട്ട് ടേമിൽ കിട്ടുന്നതല്ല, ഒരു ലോങ് ജേണി ആണെന്നും ആ യഥാർത്ഥ ആരോഗ്യം മസിൽസ് മാത്രമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്ന ഒരു സമയമല്ല. അപ്പോൾ ഇത്തരം സ്റ്റിറോയിഡുകൾ അനബോളിക്സുകൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ല സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നുള്ളത് ഒരു സത്യം. അപ്പോൾ ഇവർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ട്രെയിനേഴ്സുകളോ അല്ലെങ്കിൽ അത്തരം ഒരു സെക്ടറുകളോ പ്ലാറ്റ്ഫോമുകളോ ഒക്കെ വളരെ കുറവാണ്. ഇപ്പം നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും വളരെ ചുരുക്കമാണ് നാച്ചുറലി ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ. എടുത്ത സ്റ്റിറോയിഡുകളും അല്ലെങ്കിൽ അനബോളിക്സുകൾ എടുത്ത ആളുകൾ പോലും പറയൂല, സത്യം തുറന്ന് പറയൂല ഞാൻ എടുത്തിട്ടുണ്ടെന്ന്, നാച്ചുറൽ ബോഡി ഡെവലപ്പ് ചെയ്തു എന്നേ പറയുള്ളൂ. അപ്പോൾ അവരെ പലപ്പോഴും മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക, അച്ഛനമ്മമാരെ അവരെ മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോകുക, അവരുടെ ഗോൾസ് എന്താണ്, അവരുടെ പർപ്പസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം വെച്ചാൽ അത്രയും പ്രൊഫഷണൽസിന് മാത്രം ഉള്ളതാണ് സ്റ്റിറോയിഡ്സ് അനബോളിക്സ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ബോഡി ബിൽഡർ സെക്ടറിൽ അവർ എന്നും കോമ്പറ്റ് ചെയ്യാനും ആ ഒരു ഫീൽഡിൽ കയറി പോകാൻ മാത്രം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഭാഗത്തിലാണ് അവര് ആ സ്റ്റിറോയിഡുകൾ അനബോളിക്സ് യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജഡ്ജസിനും അറിയാം ഇവർ സ്റ്റിറോയിഡ്സുകളും അനബോളിക്സ് എടുത്തിട്ടാണ് മാറ്റുന്നത് എന്നുള്ളത്. അല്ലാതെ ഒരിക്കലും ആ ഒരു ബോഡിയുടെ മസിൽസിന് അത്ര ക്വാളിറ്റി അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി ഒന്നും കിട്ടില്ല. നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിലൊക്കെ വളരെ വിരളമായിട്ട് അല്ലെങ്കിൽ തീരെ ഇല്ല. ഒരു ഡിസ്ട്രിക്ട് ലെവൽ വരെ പോകാനൊക്കെ നമുക്ക് മാക്സിമം പറ്റും. കേരളയിലേക്കൊക്കെ കടക്കുമ്പോഴേക്കും അത്രയധികം കോമ്പറ്റീഷനും അത്രയധികം സ്റ്റിറോയിഡുകളും എടുത്തിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിനായിട്ട് നമുക്ക് മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ബോഡി ബിൽഡർ ആവുന്നവർ മാത്രം അല്ലെങ്കിൽ ആ ഒരു ഏജിലൊന്നും നമുക്ക് അതിന് ഡിസിഷൻ പെട്ടെന്ന് എടുത്ത് പോകാൻ പറ്റുന്നൊരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല അത്ര ആ ഒരു ടൈമിൽ ടീനേജിൽ എടുത്തു പോകാൻ പറ്റും എന്നുള്ളത്. പലപ്പോഴും ഞാൻ തുറന്ന് പറയാം, എന്നോട് പല ട്രെയിനേഴ്സും ഞാൻ കോമ്പറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ എന്നെ പുഷ് ചെയ്തിരുന്നു. ഞാൻ അന്നും എനിക്ക് പേടിയായിരുന്നു. അന്ന് എനിക്ക് അത്തരം മെഡിസിനും കാര്യങ്ങളും എടുത്തു പോകാൻ ഭയങ്കര പേടിയായിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയിരുന്നില്ല. ഞാൻ ഒരിക്കലും പ്രൊഫഷണൽ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോഡി ബിൽഡർ എന്നുള്ള സെക്ടറോ അല്ലെങ്കിൽ ഫിറ്റ്നസ് സെക്ടറോ ഒന്നും അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു പാഷന്റെ പുറത്ത് മാത്രം മുന്നോട്ട് പോയിരുന്നതാ. അപ്പോൾ എനിക്ക് അന്നും പറഞ്ഞിരുന്നത് നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്യാം, നാച്ചുറലായിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം പ്രൈസ് കിട്ടിയാൽ മതി എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കേരള അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ മാത്രം അല്ലെങ്കിൽ കയറി പോകാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റില്ല, അത്ര നല്ല ഫിസിക്കും ഉണ്ടാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിൻ എടുത്ത ആളുകളുടെ ശരീരം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം അത്രയും ക്ലാരിറ്റി ആയിരിക്കും മസിൽസിന്. നല്ല ക്ലാരിറ്റിയുള്ള മസിൽ മോൾഡ് ചെയ്ത് വെച്ച പോലെ ഓരോ മസിൽസിന് നമുക്കിങ്ങനെ നോക്കി എണ്ണാം, അവരുടെ വെയിൻസ് വരെ നമുക്ക് എണ്ണാം. അപ്പോൾ അതുപോലെ നമുക്കൊരിക്കലും നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് അറിയൂല. അപ്പോൾ അവർക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഫേസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഫേസിലേക്ക് വരണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. അവർ കാണുന്നതും ഞാൻ പറഞ്ഞിരുന്നല്ലോ, ബോളിവുഡ് ഹോളിവുഡ് പോലത്തെ ഫിലിമുകളിലുള്ള സ്റ്റാർസുകളിനെയാണ് കാണുന്നത്. അപ്പോൾ ആ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു ടീമുണ്ട്. ഇതൊരു മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്, സ്പോർട്സാന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ടീം ഉണ്ടായിരിക്കും, ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും, ഒരു ഡയറ്റ് ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടായിരിക്കും,
ഒപ്പം അവർക്കൊരു നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു നല്ല ട്രെയിനർ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ടീമിനോട് കൂടി അവരുടെ ബോഡി അസസ് ചെയ്ത് അവരുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ ഇങ്ങനെ കറക്റ്റായി നടക്കുന്നുണ്ടോ, അവർക്ക് എന്താണ് ഡെഫിഷ്യൻസി ഉള്ളത്, അതിനനുസരിച്ച് പഠിച്ച് അവർ ചെയ്യുന്ന മെഡിസിനും അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിനാണ്. ഇവിടെ ചെയ്യുന്നത് വളരെ ലോക്കൽ ലെവലിലുള്ള മെഡിസിൻസാണ് പലരും എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ ഇതിലെല്ലാത്തിലും കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറി ഒന്നും അറിഞ്ഞിട്ടോ മനസ്സിലാക്കിയിട്ടോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ട്രെയിനേഴ്സിനെ പുഷ് കൊണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികളുടെ ഇൻഫ്ലുവൻസ് പല രീതികളിലാവാം. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നതും അതിന്റെ സർവീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. എന്നാൽ അതൊരു പ്രൊഫഷണൽ ആയിട്ട് പോകുന്നവരാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇതറിയില്ല. അവർ ഈ പ്രായത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, ഫാസ്റ്റായി എടുക്കുന്നു, എന്നാൽ അതിൻ്റെതായ സൈഡ് എഫക്ട്സുകളും ഉണ്ടായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും അവരെ മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ആ ഒരു സെക്ടറിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ആലോചിച്ച് ശ്രദ്ധിച്ച് എടുക്കേണ്ട ഒരു ഡിസിഷൻസ് ആണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് എടുക്കേണ്ടതല്ല. അത് ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നവർക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ ഞാൻ അങ്ങനെയാണ് പോകുന്നത്, എൻ്റെ പ്രൊഫഷണൽ ഗ്രോത്തിന് അത് വേണം, അങ്ങനെയൊക്കെ എത്തുമ്പോൾ എടുക്കേണ്ട ഡിസിഷൻസ് ആണ്. മാത്രമല്ല നല്ലൊരു ബഡ്ജറ്റ് നമുക്ക് അതിൽ ഉണ്ടാവണം, ബാക്കപ്പ് ഉണ്ടായിരിക്കണം, അതിനെ പ്രോപ്പറായി ട്രീറ്റ് ചെയ്യാനും ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ശ്രദ്ധിച്ച് ആലോചിച്ച് എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതറിയില്ല. തീർച്ചയായിട്ടും അച്ഛനമ്മമാരാണ് അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്, പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ. അപ്പോൾ അവരെ മോണിറ്റർ ചെയ്യുക, അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് കൊടുക്കുക, അവരുടെ പർപ്പസും ഗോളും എന്താണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.